മിഅ്റാജ് രാവിലെ കാറ്റേ, മരുഭൂ തണുപ്പിച്ച കാറ്റേ. ഈ പാട്ട് കേൾക്കാത്തവരായ ആരാ ഉള്ളത് അല്ലേ? മരുഭൂവിന് സമാനമായ നമ്മുടെ ഈ ഹൃദയം ഉണ്ടല്ലോ, വരണ്ടുണങ്ങിക്കിടക്കാൻ. ഈ ഹൃദയത്തിന് സമാധാനം കിട്ടാൻ മിഅ്റാജ് രാവിലെ കാറ്റൊന്ന് ഈ കൽബിലേക്ക് അടിച്ചാൽ മതി. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവനിലേക്ക് വിളിച്ച് ഞാൻ കൂടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത ആ ചേർത്ത് പിടിക്കലിൻ്റെ മനോഹരമായ നിമിഷം. പടച്ചോനിൽ നിന്ന് ആ സമയത്ത് എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്ക് വാരിക്കൂട്ടാൻ പറ്റുമെന്നറിയോ? നമ്മുടെ ജീവിതം മാറി മറിയുന്നേ. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വേണം അതൊക്കെ പടച്ചോൻ തരും. ഈ ദുനിയാവിൽ വേണ്ടതും ആഖിറത്തിൽ വേണ്ടതും എല്ലാം തരും. 4 കാര്യങ്ങൾ വീട്ടിലുണ്ടാകരുത്. 4 കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടോ, ഇതൊന്നും നമുക്ക് കിട്ടൂല. നമുക്ക് മിഅ്റാജില്ല, മിഅ്റാജിൻ്റെ രാവില്ല, അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈ ഉയർത്തിയാൽ ഒന്നും കിട്ടൂല. ആ രാവിലെ നിങ്ങൾ തലകുത്തി മറിഞ്ഞ് നിസ്കരിച്ചാലും അള്ളാഹ് നിങ്ങളെ സ്വീകരിക്കൂല. ആ സാധനം നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് വേണം ഈ രാവിനെ സമീപിക്കാൻ. തയ്യാറല്ലേ? 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുണ്ട്. ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിരിക്കണം കേട്ടോ. കാരണം നമ്മുടെ മനസ്സിന് ഒരു ധൈര്യം കിട്ടേണ്ട രാവാണ് കടന്നു വരുന്നത്. നിന്നെ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും, ഏതെല്ലാം ഘട്ടങ്ങളിൽ ആരെല്ലാം നിന്നെ തഴഞ്ഞാലും നിനക്കൊരു നാഥനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നൊരു രാവ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രമൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലേ? കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണണം കേട്ടോ. ഹബീബായ തങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിങ്കലേക്ക് വിളിച്ചു വരുത്താൻ, അങ്ങ് തനിച്ചല്ല നബിയെ, ഞാനുണ്ട് അങ്ങേക്ക്. ഈ ബോധ്യം നമുക്ക് വേണം. മിഅ്റാജ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ കേവലം എന്തെങ്കിലും ദിക്റ് ചൊല്ലുക അല്ലെങ്കിൽ നോമ്പ് പിടിക്കുക എന്നതിലപ്പുറം എൻ്റെ കൂടെ എൻ്റെ നാഥനുണ്ട് എന്നുള്ള ബോധ്യമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ അത്രമേൽ മഹത്തരമായ രാവും പകലൊക്കെ വരുമ്പോൾ നന്മകൾ ധാരാളം ചെയ്യുക. അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാൻ, അവൻ്റെ നോട്ടം കിട്ടാൻ, ജീവിതത്തിലെ പ്രയാസങ്ങൾ മുഴുവൻ മാറാൻ നല്ല നല്ല കർമ്മങ്ങൾ കൊണ്ട് പടച്ചവനിലേക്ക് അടുക്കുക. സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ പരിശുദ്ധ രാവിലും പകലിലും ഒക്കെ തിന്മകൾ സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അള്ളാഹ് ഏറെ ബഹുമാനിച്ച ദിനരാത്രങ്ങളിൽ തിന്മ ചെയ്താൽ വലിയ വലിയ അപകടം നമ്മളെ കാത്തിരിപ്പുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പം മിഅ്റാജിനെ നന്നായി പരിഗണിക്കണം. ആ പരിശുദ്ധമായ രാവും പകലൊക്കെ വരുമ്പോൾ വീടും പരിസരമൊക്കെ അടിച്ച് വൃത്തിയാക്കണം. നല്ല ഭക്ഷണം ഉണ്ടാക്കണം അല്ലേ? നല്ല ഭക്ഷണം ഉണ്ടാക്കണം. പിന്നെ മിഅ്റാജിൻ്റെ നോമ്പ് വരുന്നുണ്ട്. അതിൻ്റെ മഹത്വമൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാം. അതിൻ്റെ നിയ്യത്തും കൂടെ നമുക്ക് പറയാനുണ്ട്. ഏതായാലും ഇതൊക്കെ ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ മിഅ്റാജ് നമ്മൾ പാടിയില്ലേ? മിഅ്റാജ് രാവിലെ കാറ്റേ, മരുഭൂ തണുപ്പിച്ച കാറ്റേ. ചെറുപ്പത്തിലേ കേട്ടിട്ടുള്ളൊരു പാട്ടാണ്. എനിക്കതിൻ്റെ ട്യൂണൊന്നും ഇങ്ങനെ ശരിക്കും വേണ്ടിയില്ല. മിഅ്റാജ് രാവിലെ കാറ്റ്, അത് അല്ലാഹു റബ്ബുൽ ആലമീൻ്റെ ഭാഗത്ത് നിന്നുള്ള മനസ്സിന് സന്തോഷം നൽകുന്ന ആ കുളിർമയേകുന്ന കാറ്റ്. അത് ഹൃദയത്തിലേക്കൊന്ന് അടിച്ചിറങ്ങിയാൽ ആ മരുഭൂവായി കിടക്കുന്ന, തണുത്തുറഞ്ഞു കിടക്കുന്ന, അല്ലെങ്കിൽ ആകെ കല്ലും മുള്ളും നിറഞ്ഞു കിടക്കുന്ന ആ മരുഭൂവിനെ വളരെ വളരെ മനോഹരമാക്കാൻ, നല്ല സമാധാനമുള്ളതാക്കാൻ, ആ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ ആ മിഅ്റാജ് രാവിലെ കാറ്റ് മതി എന്നാണ്. അപ്പം അങ്ങനത്തെ ഒരു കാറ്റ് കൽബിലേക്ക് അടിക്കണം. അതിനിപ്പോൾ എന്താ ചെയ്യുക? അതിന് ഈ കൽബ്, നമ്മുടെ വീടും പരിസരമൊക്കെ നമ്മൾ ശുദ്ധിയാക്കണം എന്ന് പറഞ്ഞെങ്കിലും ഏറ്റവും വലിയ വീട് നമ്മുടെ കൽബ് തന്നെയാണ്. ആ കൽബ് ശുദ്ധിയാക്കിയില്ലെങ്കിൽ ഒരു രാവും നമുക്ക് കിട്ടൂല. അൽ ഖൽബു അർശുല്ലാഹി ദുൽ ഇംകാനി വബൈതുഹുൽ മഅമൂറു ഫിൽ ഇൻസാനി. നമ്മുടെ ഞായറാഴ്ച ക്ലാസ്സുകളിൽ പറയണത് പോലെ അൽ ഖൽബു അർശുല്ലാഹി, അൽ ഖൽബു ഈമാനുള്ളവൻ്റെ ഹൃദയം ഉണ്ടല്ലോ, പടച്ചവൻ്റെ അർശാണ് എന്നാണ്. അപ്പം അള്ളാൻ്റെ അർശാകണം, അള്ളാൻ്റെ വീടാകണം. അതൊക്കെ ഒരു ആലങ്കാരിക പ്രയോഗം കേട്ടോ. അള്ളാൻ്റെ അർശാകണം. അതിനിപ്പോൾ എന്താ ചെയ്യുക? അതിന് ഇങ്ങനെയുള്ള പരിശുദ്ധ ദിനരാത്രങ്ങളൊക്കെ കിട്ടുമ്പോൾ മനസ്സറിഞ്ഞ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക. പൊട്ടിക്കരയ പടച്ചവൻ്റെ മുമ്പിൽ. അങ്ങനെ ആ ഹൃദയത്തെ കഴുകിയെടുത്ത് തൗബയിലൂടെ അള്ളാഹുവിലേക്ക് അടുത്താൽ ആ ഹൃദയത്തെ അവൻ്റെ അർശാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷേ 4 ആളുകൾക്ക് പറ്റൂല.
4 കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ, ഈ കൽബിലുണ്ടോ? 4 സംഗതികളുണ്ടോ? നിങ്ങളെന്തോരം ദ്വാരുന്നാലും, നിങ്ങളെന്തോരം നിസ്കരിച്ചാലും തൗബയില്ലാതെ നിങ്ങളുടെ ഒരു കർമ്മവും ഒരു രാവിലും, മെറാജ് രാവാകട്ടെ, ലൈലത്തുൽ ഖദറാകട്ടെ, ഒരു രാത്രിയിലും അള്ളാഹു സ്വീകരിക്കൂല. ഡേഞ്ചറല്ലേ? അപ്പോൾ ആ 4 സംഗതികൾ നമ്മുടെ കൽബിലുണ്ടെങ്കിൽ, ആ വീട്ടിലുണ്ടെങ്കിൽ എടുത്തു മാറ്റി വെക്കണം. ഒന്നേതാ? അത് മുതുബിനുൽ ഖംർ. കള്ളു കുടിച്ചാലൊന്നും കുഴപ്പമില്ല. കള്ളുകൂടിയന്മാരാ അല്ലേ? കള്ളു കുടിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അള്ളാഹ്ക്ക് ഭയങ്കര വെറുപ്പാട്ടോ. ഇത് പറയുന്നത് എന്തിനാ? കള്ളുകൂടിയന്മാരൊക്കെ വെറുക്കപ്പെട്ടവരാന്ന് പറഞ്ഞ് മാറ്റി നിർത്താനല്ല, അവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കേൾക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മക്കളെ, അള്ളാഹ്ക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊന്ന് തിരിച്ചു വന്നാൽ മതി അല്ലേ? അള്ളാഹു പുറത്തു തരാൻ തയ്യാറാണ്. എത്ര തെറ്റുകൾ ചെയ്താലും ഒന്നെന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ, ഒരു അസ്തഗ്ഫിറുല്ലാഹ് മനസ്സറിഞ്ഞ് പറഞ്ഞാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നിങ്ങൾക്ക് പുറത്തു തരാൻ തയ്യാറാണ്. അപ്പോൾ മനസ്സറിഞ്ഞൊന്ന് തൗബ ചെയ്യണം. എത്രയോ സഹോദരങ്ങൾ സങ്കടപ്പെടുന്നുണ്ട്. ഉസ്താദേ, എൻ്റെ ഭർത്താവ് കള്ളു കുടിച്ച് വീട്ടിലേക്ക് വന്ന് വൃത്തികേടുകൾ പറയുന്നു, തെറി പറയുന്നു, മക്കൾ ഇതൊക്കെ കേട്ട് വളരുന്നു, മക്കൾക്ക് പോലും ജനങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉസ്താദേ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്ന എന്തോരം സഹോദരിമാരുണ്ട്. കള്ളു കുടിക്കരുത്, ലഹരിയോടെടുക്കരുത്, അള്ളാഹ്ക്ക് വെറുപ്പാണ്. അങ്ങനെ കള്ളു കുടിക്കുന്ന ആളുകൾ നിങ്ങൾ തൗബ ചെയ്യാത്തിടത്തോളം അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഈ പരിശുദ്ധ മിഅ്റാജ് രാവിൽ പോലും നിങ്ങൾക്കൊരു പുണ്യവും ലഭിക്കില്ല. 2ാമത്തെ വിഭാഗം ആരാന്നറിയോ? മാതാപിതാക്കളെ വേദനിപ്പിച്ച മനുഷ്യൻ. ഉറപ്പിച്ചോ, നിൻ്റെ വാപ്പാനെയും നിൻ്റെ ഉമ്മാനെയും നീ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ദ്വാരക്കൊന്നും വേണ്ട, അവരുടെ കൽബിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വേദന ഉണ്ടെങ്കിൽ ആ നിമിഷം അള്ളാഹ് ഏറ്റെടുക്കും. നീ ദുനിയാവിൽ കിടന്ന് നരകിച്ച് പുഴുത്തടങ്ങേറാകാതെ നീ മരിക്കൂല. ഈ ദുനിയാവിൽ കിടന്ന് നരകിക്കാതെ നീ മരിക്കൂലോ. ബാക്കിയൊക്കെ ആഖിറത്തിലല്ലേ. ഈ ദുനിയാവിൽ തുടങ്ങും നിൻ്റെ അവസ്ഥ. ദുനിയാവിൽ തുടങ്ങും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലേ, നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മ, ആ ഉമ്മായിലൂടെ അള്ളാഹുവിനെ അറിയാനാണ് പടച്ചോൻ പറഞ്ഞത്. ആദ്യത്തെ ആയത്ത് തന്നെ അങ്ങനെയല്ലേ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഗർഭപാത്രത്തിൻ്റെ അറ്റത്തെ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഒരു മാംസപിണ്ഡം പോലെയായിരുന്നു നീ. ആ മാംസപിണ്ഡത്തെ പടച്ച അള്ളാഹുവിൻ കണ്ട, അള്ളാഹിൻ്റെ നാമത്തിൽ വായിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആ മാംസപിണ്ഡം എവിടെയാണ്? ഉമ്മയുടെ ഗർഭാശയത്തിലാണ്. ആദ്യം നീ ഗർഭാശയത്തെ അറിയണം, ഉമ്മാനെ അറിയണം, എന്നാലേ നിനക്ക് അള്ളാഹിനെ അറിയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ടാണ് അൽ ജന്നത്തു തഹ്ത അഖദാമിൽ ഉമ്മഹാത്ത്, ഉമ്മയുടെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം എന്ന് പറയാൻ കാരണം എന്താ? ആ ഉമ്മയുടെ കാലിൻ്റെ അടി വരെ നീ തല കുനിച്ചെങ്കിലേ നിനക്ക് അള്ളാഹിനെ കിട്ടുള്ളൂ. അള്ളയാകുന്ന സ്വർഗത്തെ കിട്ടണമെങ്കിൽ എന്ത് വേണം മോനെ? ഉമ്മാനെ കിട്ടണം, ബാപ്പാനെ കിട്ടണം. മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ട് നീ എന്ത് ഹജ്ജ് ചെയ്താലും ഉംറ ചെയ്താലും അള്ളാഹ്ക്കത് വേണ്ടടോ, അള്ളാഹ്ക്കത് വേണ്ട. അപ്പം എത്ര മേൽ ഡേഞ്ചറാണത്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഭാര്യയുടെ വാക്ക് കേട്ട് ഉമ്മാനോട് മിണ്ടാൻ പോലും മടിക്കുന്ന മക്കൾ, ഉമ്മാടെ മടിയിലൊന്ന് തലചായ്ച്ച് കിടക്കാൻ മടിക്കുന്ന മക്കൾ, ഉമ്മാക്കൊരു ചുംബനം കൊടുക്കാൻ മടിക്കുന്ന മക്കൾ. എന്ത് ജീവിതമാണ് മോനെ ഇത്. തിരിച്ചും അങ്ങനെ തന്നെ കേട്ടോ. മരുമക്കളെ മകളായിട്ട് കാണാതെ വേദനിപ്പിക്കുന്ന ഒരുപാട് അമ്മായിമാരുണ്ട്. അങ്ങനെയുള്ളവരൊന്നും നമ്മുടെ സ്വഭാവത്തിലുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഏതായാലും അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഭാര്യയുടെ ഉമ്മ നിൻ്റെ ഉമ്മയാണ്, നിൻ്റെ ഉമ്മ ഭാര്യയുടെ ഉമ്മയാണ്. മനസ്സിലായി? അമ്മായിയപ്പനൊന്നുമല്ല, ഉമ്മയും മകളുമായി മാറണം. മനസ്സിലാവുന്നോ? ആ വീട്ടിൽ അള്ളാഹുവിൻ്റെ ബറക്കത്തിറങ്ങും. അങ്ങനെ സന്തോഷത്തോടെ ഒരു ഐക്യമുണ്ടെങ്കിൽ, ഇല്ലെങ്കിലോ അവിടെ അദാബിൻ്റെ കേന്ദ്രമാണ്. അള്ളാഹുവിൻ്റെ ശാപമാണ് അവിടെ ഉണ്ടാവുക. അവർക്കൊരിക്കലും മേറാജിൻ്റെ പുണ്യം ലഭിക്കില്ല. അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യുക? മാതാപിതാക്കളുടെ പൊരുത്തം ചോദിക്കുക. എന്തെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തം ചോദിച്ചോ, എന്നിട്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്തോ. അവരുടെ പൊരുത്തമില്ലെങ്കിൽ നിൻ്റെ തൗബ പോലും അള്ളാഹ് സ്വീകരിക്കൂല. പിന്നെയല്ലേ ബാക്കി കാര്യങ്ങൾ. അള്ളാഹു ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കട്ടെ, അല്ലാത്തവരുടെ ഖബർ അള്ളാഹ് വെളിച്ചാക്കട്ടെ. ഉമ്മ പോയാൽ തീർന്നിടോ. ഉമ്മയില്ലാത്ത വീട് കെട്ടിടാണെന്ന് ഞാൻ എപ്പോഴും പറയലില്ലേ. ഉമ്മയില്ലാത്ത വീട് വെറും ഒരു കെട്ടിടാണ്. അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. ഉമ്മ വാപ്പ അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. അവരില്ലാതാകുമ്പോഴാണ് ആ വിളിയുടെ മാധുര്യമൊക്കെ നമ്മൾ തിരിച്ചറിയാം. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഇനി 3ാമത്തെ ആളാരെന്നറിയോ? കുടുംബക്കാരോട് കുടുംബ ബന്ധം മുറിച്ച ആളുകൾ. എന്തോരം കുടുംബ ബന്ധം മുറിച്ച കാക്കാമാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. വലിയ ഹാജിയാരാ, വലിയ പള്ളി കമ്മിറ്റിക്കാരാ, മൂത്താപ്പായും കൊച്ചാപ്പായും തുടങ്ങി വലിയ കാരണവന്മാർ പറയുന്നത് എന്താ? ഞാൻ മൂത്താളാണ്, അവൻ വിളിക്കട്ടെ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇതിൽ മൂത്തത് ഇളയതൊന്നുമില്ല. എല്ലാവരും ബന്ധം ചേർക്കണം. പടച്ചോൻ്റെ മുമ്പിലേക്ക് മരിച്ചിട്ടങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഞാൻ മൂത്തതായിരുന്നു പടച്ചോനെ, അവൻ ഇളയതാണോ, അവൻ എന്നെ വിളിച്ചില്ല എന്ന് പറയാനൊന്നും പറ്റില്ല. അർശിൻ്റെ ചോട്ടിൽ തൂങ്ങിക്കിടക്കുന്ന കുടുംബ ബന്ധം അള്ളാഹിനോട് എപ്പോഴും ദ്വാരക്കും. ആ ഹദീസ് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ, മൻ വസലനി വസലഹുല്ലാ, പടച്ചോനെ എന്നെ ചേർക്കുന്നവനെ നീ ചേർക്കണേ അല്ലാ.
വമൻ ഖതഅനി ഖതഅഹുല്ലാ, എന്നെ മുറിക്കുന്നവനെ, കുടുംബം എന്ന് പറയാം, എന്നെ മുറിക്കണവനെ നീ നശിപ്പിച്ച് കളയല്ല, നീ നശിപ്പിച്ച് കളയല്ല. അത് ഞങ്ങൾ മിണ്ടാൻ അതൊന്നും വിഷയമല്ല. നിങ്ങൾ മിണ്ടാൻ പോണത് നിങ്ങളോട് അവർ ചിരിച്ച് കാണിക്കാനോ അവരുടെ പൈസ ഇട്ടാനോ ഒന്നിനല്ലല്ലോ. അള്ളാഹ്ക്ക് വേണ്ടി പോടോ. നമ്മുടെ പരാതിയും പരിഭവങ്ങളൊക്കെ അവിടെ തീരും. അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ പോയി മിണ്ട്. അവർ മിണ്ടാതിരിക്കുക. മിണ്ടാതിരുന്നാൽ നിങ്ങൾക്ക് ബോണസാണ്, നിങ്ങൾക്ക് അള്ളാഹിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടും നല്ലത്. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി മിണ്ടുക. നിങ്ങൾ സലാം പറഞ്ഞവരും മടക്കിയില്ലെങ്കിൽ സന്തോഷത്തോടെ പോരാ. അൽഹംദുലില്ലാ, അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഞാൻ മിണ്ടിയത്. അവർ മിണ്ടുക, അതൊക്കെ അവരുടെ ഇഷ്ടം, അവർ അള്ളാഹും തമ്മിലായിക്കോട്ടെ. നമ്മൾ മിണ്ടുക, അവർ മിണ്ടോ മിണ്ടാതിരിക്കുക ചെയ്യട്ടെ. നമ്മൾ കാരണം ഒരു ബന്ധം മുറിഞ്ഞിരിക്കാൻ പാടില്ല. ബന്ധം മുറിച്ചാൽ ആകെ നശിച്ചു പോകും. എന്നാൽ ബന്ധം ചേർത്താലോ അള്ളാഹു നമുക്ക് തരുന്നത് സാമ്പത്തിക അഭിവൃദ്ധിയാണ്, അല്ലേ? അതുപോലെ തന്നെ ദീർഘായുസാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ദീർഘായുസും അതുപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വേണ്ട കാര്യങ്ങൾ ഈ പരിശുദ്ധ രാവിന് മുമ്പ് അങ്ങ് ചെയ്തു വെച്ചാൽ ഈ രാവിലെ അള്ളാഹിൻ്റെ മുമ്പിലേക്ക് കൈ ഉയർത്തുമ്പോൾ അള്ളാഹ് നമ്മളെ സ്വീകരിക്കൂലേ? ഇല്ലെങ്കിൽ അപകടമല്ലേ? അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. ഇനി നാലാമത്തെ വിഭാഗം ഏതാ? പിണങ്ങി നിൽക്കുന്ന മനുഷ്യന്മാർ. കുടുംബക്കാരൊന്നും അല്ലെങ്കിലും അയൽവക്കത്തുള്ള ആളുകൾ. അള്ളാഹ്ക്ക് വേണ്ടി പിണങ്ങിയതല്ല കേട്ടോ. അള്ളാഹ്ക്ക് വേണ്ടി ഇപ്പോൾ നമ്മൾ ബിദ്അത്തുകാരോട് പിണങ്ങിക്കണം. ഏത് കുടുംബമാണെങ്കിലും എന്താണെങ്കിലും ബിദ്അത്തിനെ പരിഗണിച്ചിട്ട് നമ്മൾ പിണങ്ങി നിൽക്കണം. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല, അള്ളാഹ്ക്ക് വേണ്ടിയൊന്നുമല്ല. സ്ഥലത്തിൻ്റെ പേരിൽ, കൊച്ചു കൊച്ചു വാശിയുടെ പേരിൽ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞതിൻ്റെ പേരിലൊക്കെ പിണങ്ങിയിരിക്കുന്ന ആളുകളുണ്ട്. അയൽവക്കത്ത് ഇത്തിരി വെള്ളം ഇങ്ങോട്ട് തെറിച്ചതിൻ്റെ പേരിൽ അയൽക്കാരോട് മിണ്ടാതെ നിൽക്കുന്നവൻ. മോനെ, നിൻ്റെ അമലൊന്നും അള്ളാഹ്ക്ക് വേണ്ട കേട്ടോ. നിൻ്റെ ഒരു കർമ്മം അള്ളാഹ് സ്വീകരിക്കൂല. നീ എന്ത് തല കുത്തി മറിഞ്ഞിട്ടും എന്ത് ഹജ്ജിന് പോയിട്ട് എന്ത് കാര്യമുണ്ടോ? എന്ത് ഉംറ, എത്രായിരം ഉംറ ചെയ്തിട്ട് എന്ത് കാര്യം? അള്ളാഹ് അത് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയും. ബന്ധങ്ങൾ ചേർക്കാത്ത, പരസ്പരം മിണ്ടാതിരിക്കുന്ന മനുഷ്യന്മാർ, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ. ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു, ഇങ്ങനെ പരിശുദ്ധമായ ദിവസങ്ങളൊക്കെ വരുമ്പോൾ പിണങ്ങാൻ നോക്കി നിൽക്കണ ഭാര്യയും ഭർത്താവും ഉണ്ടാവും, അല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കി. കറക്റ്റ് ഇതേപോലത്തെ മഹത്വമുള്ള രാവുകൾ നോക്കി പിണങ്ങൂലേ? കറക്റ്റ് പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ദിക്റുമില്ല, സ്വലാത്തുമില്ല, ഒന്നുമില്ല. നേരെ കിടന്നിട്ട് വാശി പിടിച്ച് കിടന്നങ്ങ് ഉറങ്ങും. തലേന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, ഇന്നിപ്പോൾ ഇൻഷാ അല്ലാഹ് ദിക്റ് ചെല്ലണം, സ്വലാത്ത് ചെല്ലണം, മൗലിദ് ചെല്ലണം, നിസ്കരിക്കണം, ഒക്കെ ചെയ്യണമെന്ന്. പക്ഷേ പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ തമ്മിൽ പിണക്കാനുള്ള വഴി ആര് നോക്കും? ശൈത്താൻ നോക്കും. അവനറിയാം കളിക്കാനായിട്ട്. അവൻ നല്ല കറക്റ്റ് ഗോളൊക്കെ അടിക്കുള്ളൂ, പോസ്റ്റൊക്കെ അടിക്കുള്ളൂ ഗോള്. നമ്മളാണ് പൊട്ടന്മാർ. നമ്മളിങ്ങനെ പിണങ്ങാൻ എവിടെന്നെങ്കിലുമൊക്കെ ഒരു സൗണ്ട് ഉണ്ടാകും, ഭാര്യ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു വരും. അപ്പോൾ അത് നമുക്ക് അങ്ങ് ചാടിക്കയറും. അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും ഒന്ന് പറയും, കെട്ടികൾ അതുമ്പോൾ കയറി പിടിക്കും. അങ്ങനെ ഇന്നിപ്പോൾ ഒരു നെയ്യത്തെടുക്കുക. ഈ മേറാജിൻ്റെ രാവിലെ മൂപ്പരെ എന്ത് പറഞ്ഞു വന്നാലും അല്ലെങ്കിൽ അവൾ എന്ത് പറഞ്ഞു വന്നാലും ഞാൻ മിണ്ടൂല. അവൾ കിടന്ന് പറഞ്ഞോട്ടെ, ഒന്ന് ക്ഷമിച്ചു കൊടുക്കുക. ശൈത്താനെ നമുക്ക് ഓടിച്ചു വിടണം. അമ്പടെ ശൈത്താനെ, നിൻ്റെ കളിയൊന്നും എന്നോട് നടക്കൂലടാ. എന്നിട്ട് ഈ പറഞ്ഞ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. ദിക്റുകൾ ചൊല്ലുക, സ്വലാത്തുകൾ ചൊല്ലുക, മൗലിദ് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്ക് നാളെ പറയാം. പിന്നെ കൃത്യം ഇൻഷാ അല്ലാഹ് ഇന്ന് 6:45 നമുക്ക് ഒരുമിച്ചിരുന്ന് ഒരു മജ്‌ലിസ് നടത്തണ്ടേ? വേണ്ടേ? പിന്നെ ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പലയിടങ്ങളിലും ഇന്ന് മേറാജ് രാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മേറാജ് രാവുള്ള ആളുകളൊക്കെ കൂടെ ആ സദസ്സിൽ പങ്കെടുക്കട്ടെ. നമുക്ക് ഒരുമിച്ച് അപ്പോൾ അവരുടെയും ദുആയിൽ പങ്കെടുക്കാമല്ലോ, അവരുടെ പ്രാർത്ഥനയും നമുക്ക് കിട്ടൂലേ? അപ്പോൾ കൃത്യം 6:45 എല്ലാവരും ഉണ്ടാവണം കേട്ടോ. ഒരു കാരണവശാലും മാറി നിൽക്കാൻ പാടില്ല. എല്ലാവരും പങ്കെടുക്കണം. അള്ളാഹു റബ്ബിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പോൾ പിണങ്ങി നിൽക്കുന്ന ആളുകളൊക്കെ ഇണങ്ങണം. അങ്ങനെ ആ പിണക്കത്തോടുകൂടെ നിങ്ങൾ അള്ളാഹിനോട് ദ്വാരുന്നാൽ അള്ളാഹു ആ ദ്വാ സ്വീകരിക്കൂല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കാൻ. അപ്പോൾ ഈ പരിശുദ്ധ രാവ് വരുമ്പോൾ കൂടുതൽ നന്മകൾ ചെയ്യുക. ഏറ്റവും വലിയ നന്മ സ്വതക്കയാണ്. നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് കഴിയുന്നവർ അങ്ങനെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് പാവപ്പെട്ട 2 കുടുംബങ്ങളുടെ കാര്യം നമ്മൾ ഏറ്റെടുത്തതല്ലേ, നല്ലൊരു തുക കഴിയുന്നവരൊക്കെ അതിലേക്ക് ചെയ്യുക. അങ്ങനെ തുടങ്ങി നന്മകൾ ധാരാളം അധികരിപ്പിക്കുക. പ്രത്യേകിച്ച് വീട്ടുകാരെ കൂടുതൽ പരിഗണിക്കുക. നമ്മുടെ വീട്ടിലുള്ള ഭാര്യയെ, മക്കളെ, ഭർത്താവിനെയൊക്കെ നന്നായി പരിഗണിക്കുക. ഇതെല്ലാം ആർക്ക് വേണ്ടിയാകണം? അള്ളാഹ്ക്ക് വേണ്ടിയാകണം. പിന്നെ ഈ പരിശുദ്ധമായ രാവ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മേറാജിൻ്റെ പകലാണ്. അതായത് 27-ൻ്റെ അന്ന്, അല്ലേ? നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഗസാലി ഇമാം അവിടുത്തെ ഹിയർ ഉദ്ധരിക്കുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറയാണ്, ആരെങ്കിലും റജബ് 27-ൻ്റെ നോമ്പ് അനുഷ്ഠിച്ചാൽ 60 മാസം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അവർക്കുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വലിയ അത്ഭുതങ്ങളാണ് ഈ നോമ്പിലുള്ളത്. അള്ളാഹുവിന് അത്രമേൽ ഇഷ്ടമാണത്. പിന്നെ നമുക്ക് എന്തൊക്കെ നെയ്യത്ത് വെക്കാം? റജബ് 27-ൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പനുഷ്ഠിക്കാൻ അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ കരുതി ഒരു നെയ്യത്ത് അങ്ങനെ. അല്ലെങ്കിൽ മേറാജിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പിനെ അള്ളാഹു താലാക്ക് വേണ്ടി അനുഷ്ഠിക്കാൻ ഞാൻ കരുതി അങ്ങനെ നെയ്യത്ത് ചെയ്യാം. അതോടൊപ്പം തന്നെ പുണ്യ റജബിലെ സുന്നത്താക്കപ്പെട്ടൊരു നോമ്പിനെ അള്ളാഹു താലാക്ക് വേണ്ടി അനുഷ്ഠിക്കാൻ ഞാൻ കരുതി. മനസ്സിലായോ? അപ്പോൾ റജബിലെ ഒരു സുന്നത്ത് നോമ്പായി,
പിന്നെ അതുപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ റമദാനിലെ ഖളാ ആയ നോമ്പ്, ഫർലാക്കപ്പെട്ട ഖളാ ആയിപ്പോയ നോമ്പുകളുണ്ടല്ലോ, അത് നമുക്ക് ഖളാ വീട്ടാം. ഇനി അതിന് പകരം നമുക്ക് 2 ഫർള് ഒരുമിച്ച് കൂടില്ല. ഒന്നുകിൽ ഖളാ ആയത് അല്ലെങ്കിൽ നേർച്ചയാക്കിയത്, ഒന്നുകിൽ നേർച്ചയാക്കി വെക്കാം, അല്ലെങ്കിൽ ഖളാ ആയത് നമുക്കതിൻ്റെ കൂടെ അനുഷ്ഠിക്കാം. ഏതായാലും ഈ സുന്നത്തായ നോമ്പ് പിടിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ഭാഗ്യങ്ങൾ കൂടെ ഉണ്ട് അല്ലേ, ആ ഫർളും കൂടെ ചേർത്ത് പിടിക്കുക. അപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ, നമ്മിൽ നിന്ന് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ധാരാളം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ മേറാജിന് പോയി മുത്തുനബി ഇബ്രാഹിം നബിയിൽ നിന്ന് മേടിച്ചുകൊണ്ടുവന്ന ദിക്റാണ്. ധാരാളം മേറാജിൻ്റെ രാവും പകലും ഈ ദിക്ർ ധാരാളം ചൊല്ലുക. അള്ളാഹുവിൻ്റെ വല്ലാത്ത അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങാൻ അത് കാരണമാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് രാത്രി 6:45 പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും കൂടെയാണ്. വിദേശ രാജ്യങ്ങളിൽ പലയിടങ്ങളിലും മേറാജിൻ്റെ രാവാണ്. നമുക്ക് നാളെയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ഇന്ന് മുതൽ കൃത്യമായിട്ട് 6:45 ഒരുമിക്കണം. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? 1-ാം വാനത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാത്തിരുന്ന പ്രവാചകരാരാണ്? എല്ലാവരും കമൻറ്റ് ചെയ്തു. അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണല്ലേ. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ യാത്ര ചെയ്തത് സയ്യിദുന ജിബ്രീലാണ് അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇനി ഞാൻ അങ്ങോട്ട് വരൂല, എന്നെക്കൊണ്ട് പറ്റൂല, എൻ്റെ ചിറകൊക്കെ കരിഞ്ഞു പോയി നബിയെ, അങ്ങ് പോകണം. യാ ഹബീബി ലാ തഖഫ്, അങ്ങ് പേടിക്കേണ്ട ഹബീബെ, അങ്ങ് പോയിക്കോ, അള്ളാഹിൻ്റെ സന്നിധിയിലേക്ക് അങ്ങ് പോയിക്കോ എന്നാണ്. ആ സ്ഥലം ഏതാണ്, എവിടെ എത്തിയപ്പോഴാണ് ജിബ്രീൽ അത് പറഞ്ഞത്? കമൻറ്റ് ചെയ്യല്ലോ. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഇതിൻ്റെ മിസ്ല സവാബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തം തരണേ അല്ലാ. പാപങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ലാ. ആ മുത്തായതങ്ങളെ നീ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്ത, നിൻ്റെ സാന്നിധ്യം അറിയിച്ചു കൊടുത്ത മേറാജിൻ്റെ രാവ് ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പടച്ചോനെ, ഞങ്ങൾക്കും ആ രാവിൻ്റെ പുണ്യം തരണയല്ല. അതിൻ്റെ മഹത്വം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണയല്ല. ഈ 4 മോശം ഗുണങ്ങൾ ഞങ്ങളിലുണ്ടെങ്കിൽ നീ അത് മാറ്റിക്കളഞ്ഞ് നല്ല ഗുണങ്ങൾ തരണയല്ല. കരുണക്കടലായ റബ്ബേ, മനസ്സ് നന്നാക്കണയല്ല, ശരീരം നന്നാക്കണയല്ല, ജീവിതകാലം മുഴുവൻ നിൻ്റെ ത്വാഅത്തിലായി കഴിയാൻ തൗഫീക്ക് നൽകണയല്ല. പാപങ്ങൾ പൊറുക്കണയല്ല, മക്കളെ നന്നാക്കണയല്ല, ഉള്ളവരെ സ്വാലിഹീങ്ങളാക്കണയല്ല, ഇല്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല, വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം കൊടുക്കണയല്ല. നിൻ്റെ പരിശുദ്ധ മദീന കാണാതെ, പരിശുദ്ധ മക്കത്തുൽ മുക്കറമ കാണാതെ ഞങ്ങളെ റൂഹ നീ പിടിക്കല്ലയല്ല. കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണയല്ല. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണയല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണയല്ല. അസുഖബാധിതർക്ക് ശിഫാ നൽകണയല്ല. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല. സ്വബാഹുൽ ഹൈർ കുടുംബത്തെ നീ ഏറ്റെടുക്കണയല്ല. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.